ഹായ് ഓൾ, ഏവർക്കും നോൺ സ്റ്റോപ്പ് പി എസ് സിയിലേക്ക് സ്വാഗതം. പ്രധാനമായും ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനി നടക്കാനായി പോകുന്ന, അതായത് സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി ഹെൽപ്ഫുൾ ആവാൻ ചാൻസ് ഉള്ളതായ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും വിലയിരുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് വരുന്ന എല്ലാ ദിവസവും ഇതിൻ്റെ ഓരോ പാർട്ട് എന്ന രീതിയിൽ, പാർട്ട് 2, പാർട്ട് 3 എന്ന രീതിയിൽ വീഡിയോസ് ഇതേ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾ വാല്യുബിൾ കമൻസ് ഷെയർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, പ്രത്യേകിച്ച് പി എസ് സി പോലുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സമയം കളയുന്നില്ല. സോ നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് ഓരോ പാർട്ട് എന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതും തന്നിരിക്കുന്ന മാതൃക എന്ന് പറഞ്ഞാൽ നിലവിൽ പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ളതായ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ എക്സാമിലേക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുറഞ്ഞ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ പോയിൻറ്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, they are enforceable by courts. They are included in part 4 of the Constitution. Article 32 provides remedies for enforcement. ഇതാണ് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? അതേ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ കാര്യം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ദേ ആർ എൻഫോഴ്സിബിൾ ബൈ കോർട്സ് എന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. ദെൻ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 4-ലാണോ പ്രധാനമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ലെങ്കിൽ മൗലിക മൗലിക അവകാശങ്ങളെ പറ്റി ചർച്ച ചെയ്തിരിക്കും? അല്ല, പാർട്ട് 3-ലാണ്. പാർട്ട് 3-ൽ തന്നെ ആർട്ടിക്കിൾ 12 to 35-ലാണ് എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണെന്ന് വിധിക്കും. ദെൻ ദ തേർഡ് ഓപ്ഷൻ നോക്കുക. ആർട്ടിക്കിൾ 32 പ്രൊവൈഡ്സ് റെമഡീസ് ഫോർ എൻഫോഴ്സ്മെൻറ്റ്. കൃത്യമായ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ആൻസർ ഏതാ? 1 and 3 എന്ന് പറയുന്ന ആൻസറാണ്. നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ 1 and 3 വരുന്ന ഏത് മാത്രമാണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ്. അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയയാണ് വൈസ് പ്രസിഡൻറ്റ് ആൻഡ് ഇന്ത്യൻ പ്രസിഡൻറ്റ്. അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ പ്രസിഡൻറ്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി. ദ പ്രസിഡൻറ്റ് ഈസ് ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ദ പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് ദ പ്രൈം മിനിസ്റ്റർ. ഇതിലേതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ കറക്റ്റാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നോക്കി ദ പ്രസിഡൻറ്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി കൃത്യമാണോ അല്ലയോ അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഏതാ കറക്റ്റ് ആൻസർ ഏതായിരിക്കും നേരം? അത് ശരിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റേറ്റ് എമർജൻസി. 360 എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞ സെക്ഷൻ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദ പ്രസിഡൻറ്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ദെൻ ദ പ്രസിഡൻറ്റ് ഈസ് ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ആണോ? അല്ല, ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ അല്ല, ഇലക്ട്രൽ കോളേജാണ്. അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന ലോക്സഭ ആൻഡ് രാജ്യസഭ എന്ന് പറഞ്ഞ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്ന ആ ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നീട് പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യുക. അല്ലാതെ ഡയറക്റ്റ് പീപ്പിൾ, ജനങ്ങളിൽ നിന്നല്ല തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ നിങ്ങൾ ആരും ലോക്സഭ ഇതിൽ വരുമ്പോൾ കൗൺസിൽ മെമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണോ എന്ന രീതിയിൽ നിങ്ങൾ കൺഫേം ആക്കണം. സോ കൺഫേം ആക്കി ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ്, അതിൽ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ വോട്ട് ഈ പ്രസിഡൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന രീതിയിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. ദെൻ ദ തേർഡ് ഓപ്ഷൻ നോക്കി ദ പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് ദ പ്രൈം മിനിസ്റ്റർ. കറക്റ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 1 and 3 ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 and 3 വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത്. സോ ഈ രീതിയിൽ വേണം ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി വേണം പോയി. ഇപ്പം നമ്മൾ ഇതിൽ റിലേറ്റഡ് ഫാക്ട്സ് എന്താ നോക്കി? എമർജൻസി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആർട്ടിക്കിൾ 352, 356 and 360.
മറന്നു പോകരുത്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് വൈക്കം സത്യാഗ്രഹ. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഫസ്റ്റ് സ്റ്റേജിൽ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ്. നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്താണ്. ഇതിലും കറക്റ്റ് ആൻസറാണ്. ചൂസ് കറക്റ്റ് ആൻസർ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അത് കറക്റ്റ് ആണോ നോട്ട് കറക്റ്റ് അല്ലെങ്കിൽ എറർ ആണോ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യണത്. ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1924. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ആൻഡ് ഇറ്റ് വാസ് ലെഡ് ബൈ അയ്യങ്കാളി. നമുക്കിതിൽ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും ഏതാ. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1924. കറക്റ്റില്ല, 1924 നടന്നിട്ടുള്ള ഒരു സമരമാണ്. ദെൻ ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. ഇത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന്, അതായത് അമ്പലപ്രവേശനമൊക്കെ ആയി ബന്ധപ്പെട്ട വൈക്കം കോട്ടയം മഹാദേവ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അൺടച്ചബിലിറ്റിക്ക് എതിരെ നടന്ന ഒരു മൂവ്മെൻറ്റും കൂടിയാണ്. കാരണം ഉയർന്നവർ മാത്രം, ഉയർന്ന ജാതിക്കാർ മാത്രം ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചാൽ മതി എന്ന് പറയപ്പെടുന്ന ഒരു നിയമത്തിനെതിരെ പോരാടിയ ഒരു സമരം കൂടിയാണെന്ന് നമുക്കറിയാം. ദെൻ ഇറ്റ് വാസ് ലെഡ് ബൈ അയ്യങ്കാളി. അത് നിങ്ങൾ നിർബന്ധമായിരുന്നു. അയ്യങ്കാളി ഈ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയല്ല. അദ്ദേഹം കല്ലുമാല സമരം പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹയിൽ ആരാണ് പ്രധാനപ്പെട്ട ആൾക്കാർ? ഒരു 5 പേര് വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം ആണ് ഇതുമായി, അല്ല ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 1 and 2 വരുന്നത് ഏതാണ്? അതിൻ്റെ 1 and 2 വരുന്നത് എ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ശ്രീനാരായണ ഗുരു. അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഹി ഫൗണ്ടഡ് SNDP യോഗം. ഹി പ്രൊമോട്ടഡ് കാസ്റ്റ് സിസ്റ്റം. ഹി അഡ്വക്കേറ്റഡ് സോഷ്യൽ ഇക്വാലിറ്റി. ജസ്റ്റ് നോക്കിയാൽ മതി. ഹി ഫൗണ്ടഡ് SNDP യോഗം കറക്റ്റ് അല്ലേ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. വർഷം കൂടി നോക്കണം. 1904 വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് 1904 SNDP യോഗം വന്നിരിക്കുന്നത്. ഹി പ്രൊമോട്ടഡ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുകയാണോ അദ്ദേഹം ചെയ്യുക? അതാണ് നമ്മൾ പെട്ടെന്ന് നോക്കും. കാസ്റ്റ് എന്ന് കാണുമ്പോൾ നമ്മൾ അറിയാതെ അത് നോക്കിപ്പോകും, അത് കറക്റ്റാന്ന് പറയും. പക്ഷേ നോക്കണം, ഹി പ്രൊമോട്ടഡ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ചെയ്തത്? അങ്ങനെ അല്ല. അതായത് ഇവിടെ എല്ലാം ഒരു ജാതി ഒരു ദൈവം, ഒരു ജാതി ഒരു ദൈവം ഒരു മതം മനുഷ്യനെന്നാണ്. അതിലൊരു കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രേസ് മാറ്റമുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച അർത്ഥം നിങ്ങൾ നോക്കുക. അതേ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ആരും മനസ്സിലാക്കണം, ശ്രീനാരായണ ഗുരു. ദെൻ ദ തേർഡ് ഓപ്ഷൻ നോക്കി, ഹി അഡ്വക്കേറ്റഡ് സോഷ്യൽ ഇക്വാലിറ്റി. സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടി പോരാടിയ വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതൊക്കെ നമുക്ക് വരാം? ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം ആണ്. 1 and 3 വരുന്നത് ഏതാ? സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാ? കൺസിഡർ ദ ഫോളോയിങ് റിഗാർഡിങ് പുന്നപ്ര വയലാർ സ്ട്രഗിൾ. പുന്നപ്ര വയലാർ സ്ട്രഗിളുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആൻസർ ഏതാണ്? ഇറ്റ് ഒക്കേർഡ് ഇൻ ട്രാവൻകൂർ. ശരിയല്ലേ? തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ളതാണ്. ആലപ്പുഴ എവിടെയാണ്? തിരുവിതാംകൂറാണ്. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ആണോ? ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടാണോ അത് നടന്നിട്ടുള്ളത്? അല്ല. അത് അവിടുത്തെ അന്നത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ദിവാനെതിരെയായിട്ടുള്ള, ദിവാൻ അമേരിക്കൻ മോഡൽ ഇവിടെ നടപ്പിലാക്കാനായി ശ്രമിക്കുന്നതുകൊണ്ടാണ് അതിനെതിരെ സംസാരിച്ച് വന്നിട്ടുള്ള ഒരു സമരമായിട്ടാണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ലോഗനൊക്കെ വന്നിട്ടുണ്ട്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ദെൻ അതുകൊണ്ട് തന്നെ 2 കറക്റ്റ് അല്ല. ദെൻ ഇറ്റ് വാസ് ലിങ്ക് ടു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ പുന്നപ്ര വയലാറിൽ പങ്കെടുത്ത പിന്നീട് ഒരു മുഖ്യമന്ത്രി, കേരളത്തിന് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? VS അച്യുതാനന്ദൻ. ഇതൊരു റിലേറ്റഡ് ഫാക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നോക്കിയാൽ 1 and 3 വരുന്നതാണ്. 1 and 3 വരുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ജസ്റ്റ് നിർബന്ധമായിട്ട് നോക്കുക. 1946 നടന്നിട്ടുള്ളത്. ദെൻ പിന്നെ ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് അബൌട്ട് കേരള റിവേഴ്സ്. നദികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. മോസ്റ്റ് റിവേഴ്സ് ഫ്ലോ വെസ്റ്റ്വേർഡ്. പടിഞ്ഞാറോട്ടാണ് കൂടുതൽ നദികളും ഒഴുകുന്നത്. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ടാണ് ഈ വേർഡാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മോസ്റ്റ്. ഓൾ റിവേഴ്സ് എന്നായിരുന്നെങ്കിലോ നിങ്ങൾക്കത് വേണമെങ്കിൽ തെറ്റാന്ന് പറയാം. എല്ലാ റിവേഴ്സും
അത് എല്ലാ നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, അല്ല. അതാണ് ഓരോ വേർഡ്സും ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ മോസ്റ്റ് ആയതുകൊണ്ട് ഭൂരിപക്ഷവും ശരിയാണ്. മൊത്തം എത്ര നമുക്ക് കേരളത്തിൽ നദികളുള്ളത്? മൊത്തം 44 നദികളാണുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ടേക്കും 3 കിഴക്കോട്ടേക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് എന്ന് പറയുന്ന വേർഡ് സ്യൂട്ടബിൾ ആണ്. ദെൻ കബനി ഫ്ലോസ് ഈസ്റ്റ് വേർഡ്, ശരിയല്ലേ? കബനി, ഭവാനി, പാമ്പ. സോ ഈ പറയപ്പെടുന്ന 3 നദികളാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. ബാക്കി വരുന്ന നദികളെല്ലാം പടിഞ്ഞാറോട്ടാണ്. മൂന്നാമത് നോക്കി പെരിയാർ ഇസ് ദ ലോങ്സ്റ്റ് റിവർ, ശരിയല്ലേ? അപ്പോൾ 3 ശരിയാണ്. 3 ശരിയായി വരുന്ന ഏത് മാത്രമുള്ള ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനും നോക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സോയിൽ. മണ്ണിനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റ് നോക്കുക. ലാറ്ററൈറ്റ് സോയിൽ ഈസ് റിച്ച് ഇൻ അയൺ. കറക്റ്റ്. അയൺ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഏതാണ്? ലാറ്ററൈറ്റ് ആണ്. അതായത് ഉയർന്ന മഴയും ഉയർന്ന താപവും വരുന്നതാണ്. ഏറ്റവും അധികം ലാറ്ററൈറ്റ് സോയിലിൽ കൃഷി ചെയ്യപ്പെടുന്ന കൃഷി ഇനം ഏതാണ്? റബ്ബറാണ്. അപ്പോൾ ഇതൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ് ഈ സ്യൂട്ടബിൾ ഫോർ കോട്ടൺ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യതാണ് ബ്ലാക്ക് സോയിലാണ്. അലൂവിയൽ, എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ ഡെസേർട്സ്. മരുഭൂമിയിലാണോ എക്കൽ മണ്ണ് കാണാറുള്ളത്? അല്ല. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ 1 and 2 ആൻസറായിട്ട് വരുന്ന ഏത് മാത്രമാണ്? ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് അബൌട്ട് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയ എന്നാണ്. ഇറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പർച്ചേസിങ് പവർ. കറക്റ്റ് അല്ലേ? അതേ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാനുള്ള സാധ്യത കുറയും. ഇറ്റ് ഓൾവേസ് ബെനിഫിറ്റ്സ് കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കളിൽ അത് ബെനിഫിറ്റാണോ ഉണ്ടാക്കുന്നത്? അല്ല. ദെൻ ഇറ്റ് ക്യാൻ ബി കൺട്രോൾ ബൈ മോണിറ്ററി പോളിസി, ശരിയല്ലേ? അപ്പോൾ 1 and 3 വരുന്ന ഏതാണ് ഓപ്ഷൻ നോക്കിയാൽ മതി. ഏതാ? സി ആണതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അതും നമ്മൾ നോക്കി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് കൺട്രോൾസ് മോണിറ്ററി പോളിസി, ശരിയല്ലേ? ഇറ്റ് ഇഷ്യൂസ് കറൻസി ഇഷ്യൂ ചെയ്യുന്നതല്ലേ? ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ 1 and 2 വരുന്നത് ഏതാണ് ഓപ്ഷൻ നോക്കുക. 1 and 2 വരുന്നത് ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന റിലേറ്റഡ് ഫാക്ട്സ് ആണ്. RBI നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ 1935 ദെൻ April 1 ആണ്. April 1 എന്ത് വന്നിരിക്കുന്നത്? ഈ പറയപ്പെടുന്ന RBI വന്നിരിക്കുന്നത്. ഇത് ഓർക്കാൻ എളുപ്പമാണ്. April 1 പ്രത്യേകത എന്താ? ഏപ്രിൽ ഫൂളാന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ April 1 ആണ്. April 1 1935 വന്നിരിക്കുന്നതാണ് ആര്? ഈ പറഞ്ഞ RBI. 1935 മറ്റൊരു പ്രത്യേകതയും കൂടിയാണ്. എന്താ? ഇന്ത്യൻ ഈ പറയപ്പെടുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഏത് വന്നിരിക്കുന്നത്? 1935 RBI നിലയിൽ വന്നതെന്നും കൂടി ആലോചിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. GDPയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇറ്റ് ഇൻക്ലൂഡ് സർവീസസ് സെക്ടർ. കറക്റ്റ് അല്ലേ? സേവന മേഖലയും ഉൾപ്പെടുത്തി തന്നെയാണ് GDP കണക്കാക്കുന്നത്. മെഷേഴ്സ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക പുരോഗതി നമ്മൾ ഇതുവഴി ആക്കുന്നു. ദെൻ ഇൻക്ലൂഡ്സ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഒരിക്കലും വരുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ 1 and 2 വരുന്ന കറക്റ്റ് ആൻസർ ഏത് മാത്രമാണ്? ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും നോക്കിയിട്ടുണ്ട്. കാരണം ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നതല്ലല്ലോ. കൃത്യമായി അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നാളെയും വരുന്ന ദിവസങ്ങളിലൊക്കെ ഓരോ പാർട്ട് എന്ന രീതിയിൽ നമ്മൾ വീഡിയോയും അനുബന്ധമായിട്ടുള്ള വിവരങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന നിങ്ങളുടെ വാല്യുബിൾ കമൻസും രേഖപ്പെടുത്താനായി ശ്രദ്ധിക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം നോൺ സ്റ്റോപ്പ് PSC. താങ്ക് യു ഓൾ.